ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് വാക്സിൻ വിതരണ സജ്ജീകരണങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. കേരളത്തിൽ ഇന്ന് 4545 പേർക്ക് കോവിഡ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.42%. ദേശീയ യുവജന പാർലമെന്റ് മേള നാളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം 16 മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച നടത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് ഓൺലൈനായാണ് ചർച്ച. വാക്സിൻ വിതരണത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇന്നലെ പ്രധാനമന്ത്രി ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി ഏർപ്പെടുത്തിയ സജ്ജീകരണങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. കോവിഡ് ഡാറ്റ മാനേജ്മെന്റ് സമിതി തലവനും വാക്സിൻ വിതരണ സമിതി അംഗവുമായ രാം സേവക് ശർമ്മയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിശദവിവരങ്ങളുമായി പ്രിയ സുബലക്ഷ്മി. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, NHM ഡയറക്ടർമാർ, സംസ്ഥാന ആരോഗ്യ വകുപ്പിലെയും ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ കോവിൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തു. കോവിൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചും വാക്സിനേഷനെ സഹായിക്കാൻ രൂപം നൽകിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ശ്രീ RS ശർമ്മ ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകി. പൌരകേന്ദ്രീകൃതമായ വാക്സിൻ വിതരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയും എപ്പോഴും വാക്സിൻ ലഭ്യമാക്കും. വാക്സിനുകളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണി പോരാളികളും ഉൾപ്പെടുന്ന 3 കോടി ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. തുടർന്ന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 50 വയസ്സിന് താഴെ പ്രായമുള്ള അസുഖബാധിതരും ഉൾപ്പെടുന്ന 27 കോടിയോളം ആളുകൾക്കും വാക്സിൻ നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കോവിഡ് വാക്സിനേഷൻ വിജയകരമായി നടപ്പാക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളാണ് കോവിഡ് വാക്സിനേഷനായി സജ്ജമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ മാസം 17-ന് തീരുമാനിച്ചിരുന്ന പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം മാറ്റിവെച്ചു. കേരളത്തിൽ ഇന്ന് 4545 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,695 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.95 ആണ് രോഗസ്ഥിരീകരണ നിരക്ക്. 23 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3302 ആയി. ചികിത്സയിലായിരുന്ന 4659 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇനി 64,179 പേരാണ് ചികിത്സയിലുള്ളത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.42%. ആകെ രോഗമുക്തരുടെ എണ്ണം 1,75,000 കടന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2,24,190 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മരണനിരക്ക് 1.44%. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 9,85,000 കടന്നു. ഇതിൽ 6,44,00,000-ലധികം പേർ രോഗമുക്തി നേടി. 19 ലക്ഷത്തിലധികം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. കോവിഡ് സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ PPE കിറ്റുകളും സ്യൂട്ടുകളും നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനി. ലോക്ഡൌൺ കാലത്ത് 3 മാസത്തിനിടെയാണ് രാജ്യത്തിന് ഈ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന സൂറത്ത് ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ എക്സ്പോയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പശ്ചിമബംഗാളിൽ ഗുജറാത്തിലെ പോലുള്ള വ്യാവസായിക വൈവിധ്യം ആവശ്യമാണെന്നും വസ്ത്രനിർമ്മാണ വ്യവസായത്തെക്കുറിച്ചുള്ള അറിവ് പശ്ചിമബംഗാളുമായി പങ്കിടാൻ ഗുജറാത്ത് എപ്പോഴും തയ്യാറാണെന്നും അവർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദേശീയ യുവജന പാർലമെന്റ് മേള നാളെയും മറ്റന്നാളുമായി ഡൽഹിയിൽ നടക്കും. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത യുവതീ യുവാക്കൾ യൂത്ത് പാർലമെന്റിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
ഇന്ത്യയിലെ 18നും 25നും മധ്യയുള്ള യുവതയുടെ ശബ്ദം രാജ്യത്തെ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ദേശീയ യുവജന പാർലമെന്റ് മേള സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് സെൻട്രൽ ഹാളിൽ മേള ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് എന്നിവർ മേളയെ അഭിസംബോധന ചെയ്യും. തുടർന്ന് നടക്കുന്ന നാഷണൽ യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ സംസ്ഥാനതല മത്സരങ്ങളിലെ 1ാം സ്ഥാനക്കാർ പങ്കെടുക്കും. കേരളത്തെ പ്രതികരിച്ച് എസ് മുംതാസ്, ഫൈസ അബ്ദുൾ അസീസ്, അർച്ചന പ്രകാശ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. മേളയുടെ സമാപനവും ദേശീയ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനവും ചൊവ്വാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്തോനേഷ്യൻ വിമാനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്കൊപ്പം നിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. 62 പേരുമായി ഇന്നലെ തകർന്നു വീണ ഇന്തോനേഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ജാവ കടലിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ, പ്രവേശനം, തുടർ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോവിഡ് മൂലം സ്കൂൾ കുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് മാർഗനിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പ്രൈമറി ക്ലാസുകളിൽ കുട്ടികളെ എത്തിക്കുന്നതിനും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ഇന്ത്യൻ പൌരന്മാരുടെ വിദേശത്തായിരിക്കവേ കാലാവധി തീർന്ന അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് പുതുക്കി നൽകുന്നത് സംബന്ധിച്ച് റോഡ് ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പുതിയ ഭേദഗതിയിലൂടെ ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള ഇന്ത്യൻ എംബസികൾ, മിഷനുകൾ എന്നിവ വഴി പുതുക്കലിനായി അപേക്ഷിക്കാൻ കഴിയും. അവിടെ നിന്ന് ഈ അപേക്ഷകൾ ഇന്ത്യയിലെ വാഹൻ പോർട്ടലിലേക്ക് കൈമാറും. ഇത് ബന്ധപ്പെട്ട റോഡ് ഗതാഗത ഉദ്യോഗസ്ഥർ പരിഗണിച്ച് പെർമിറ്റ് തപാലിലൂടെ അയച്ചു നൽകും. വനത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിൽ വന്യജീവികളുടെ സഞ്ചാരം സുരക്ഷിതമാക്കുന്നതിന് ദേശീയപാത മന്ത്രാലയം 1200 കോടി രൂപ ചെലവഴിക്കുമെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. നാഗ്പൂർ ജബൽപൂർ ദേശീയപാതയിൽ പെഞ്ച് ദേശീയോദ്യാനത്തിൽ കൂടി കടന്നുപോകുന്ന ഗഡ്ചിരോളി ചന്ദ്രപൂർ, ചിമൂർ വഡോദര എന്നിവയുൾപ്പെടെയുള്ള ഹൈവേകളും അണ്ടർപാസുകളുടെ നിർമ്മാണവും ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം അറിയിച്ചു. സിയാച്ചിൻ, കിഴക്കൻ ലഡാക്ക് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സേനാംഗങ്ങൾക്ക് അതിശൈത്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായുള്ള പുതിയ ഉപകരണമായ ഹീം തപക് DRDO വികസിപ്പിച്ചു. സുരക്ഷിതമായി അന്തരീക്ഷം ചൂടാക്കുന്നതിനുള്ള ഉപകരണമാണിത്. ഉപകരണം വാങ്ങുന്നതിനായി 420 കോടിയുടെ ഓർഡർ കരസേന നൽകിക്കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ മലയോര മേഖലയിലെ തേയില, വിനോദസഞ്ചാരം എന്നീ വ്യവസായ മേഖലകളെ ഭരണകക്ഷിയായ മമതാ സർക്കാർ അവഗണിക്കുകയാണെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ആരോപിച്ചു. ബംഗാളിലെ 3 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം വിനോദസഞ്ചാരം, തേയില വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തേയില തൊഴിലാളികളുടെ അവസ്ഥയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം TMC നേതാക്കൾ മന്ത്രിയുടെ ആരോപണം തള്ളിക്കളഞ്ഞു. തമിഴ്നാട്ടിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സൌജന്യ ഡേറ്റാ കാർഡുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി കെ പളനിസ്വാമി അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനാണിത്. ദിവസം 2 GB വീതമായിരിക്കും സൌജന്യ ഡേറ്റാ കാർഡ് വഴി ലഭ്യമാകുക. ജനുവരി മുതൽ ഏപ്രിൽ വരെയായിരിക്കും കാലാവധി. ഹിമാചൽ പ്രദേശിൽ 50 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 4-ന് അവസാനിച്ചു. 1196 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. രാത്രിയോടെ ഫലമറിയാം. ദ്രുത വായ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 ചൈന പൌരന്മാരുടെ വിശദാംശങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസ് ഡൽഹിയിലെ ചൈനീസ് എംബസിക്ക് കത്തെഴുതി. ബംഗളൂരു ആസ്ഥാനമായ കോൾ സെന്റർ വഴി ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകുകയായിരുന്നു ഇവർ. പലിശയ്ക്കായി ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തിയതായും കുറ്റാരോപണമുണ്ട്. ശൈത്യതരംഗത്തിന്റെ പ്രഭാവം മൂലം ഉത്തരേന്ത്യയിൽ താപനില കുറയുന്നത് 4 ദിവസം കൂടി തുടരും. 3 മുതൽ 5 ഡിഗ്രി വരെയാണ് കുറയുക. ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുക. നെല്ല് സംഭരിച്ച വകയിൽ രാജ്യത്തെ 71 ലക്ഷത്തോളം നെൽകർഷകർക്ക് കേന്ദ്ര സർക്കാർ കൈമാറിയത് 1 ലക്ഷത്തോളം കോടി രൂപ. ഈ മാസം 8 വരെയുള്ള കണക്ക് പ്രകാരം 531 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് വാക്സിൻ വിതരണ സജ്ജീകരണങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. കേരളത്തിൽ ഇന്ന് 4545 പേർക്ക് കോവിഡ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.42%. ദേശീയ യുവജന പാർലമെന്റ് മേള നാളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9-ന്.